കേസായി കഴിഞ്ഞാൽ ഇത് പുറത്ത് സെറ്റിൽമെന്റ് നടക്കുകയും അപ്പോൾ അതിലൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഉണ്ടാക്കാമെന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടോ? മുകേഷ് ഏട്ടനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഇതുപോലെ തന്നെ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നത്. ഇന്നും ആ ലേഡി പറയുന്നു അത് സൗഹൃദം കൊണ്ട് മകന് ജോലിക്ക് അവസരം കിട്ടുമെന്നൊക്കെ കൊണ്ട് പറയാതിരുന്നതാണ്. പക്ഷെ മുകേഷ് ഏട്ടൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇവരയച്ച മെസ്സേജും ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു അലിഗേഷൻ അല്ലേ നടത്തുന്നത്? അതാ പറഞ്ഞത്. ഇപ്പം നിവിൻ്റെ കേസിൽ ഇവർ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കതിലൊരു എല്ലാവർക്കും തോന്നിയതൊരു ഫേക്ക് എലിഗേഷനാണ്. പക്ഷേ ബാക്കിയുള്ള കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല കംപ്ലീറ്റ്ലി ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് അറിയാത്തിടത്തോളം മറ്റേതിലൊരു ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ പാളി. പക്ഷെ പാളാതെ കറക്റ്റായിട്ട് വന്നിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇത് എങ്ങനെ തെളിയിക്കും ഇത് ഫേക്കാണ് അല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഫേക്കാണോ അല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ അൾട്ടിമേറ്റ്ലി അവർ പറയുന്നത് വിശ്വസിക്കുക, അവർ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക. കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്കെതിരെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും നമ്മളും ഉൾപ്പെടെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അതൊന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കെതിരെയൊക്കെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ പോയി തെളിവുള്ളൂ. തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നടപടി ഉണ്ടാവുള്ളൂ. അപ്പം തെളിയിക്കാനുള്ള എന്താ പറയണ്ടത്, അതിന് തെളിവെടുപ്പ് നടന്നു, പരിപാടി നടക്കുന്നു. അത് തെളിവുണ്ടാവട്ടെ, തെളിവുണ്ടായാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെന്നും എലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കും. വേറെ ഒരു കാര്യമില്ല. ഇതിൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി ഇത് ഫേക്കാണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ബാക്കി എല്ലാം പരസ്പരം എഴുതുമായിരുന്നു. എല്ലാം പിന്നെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചു. നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലെ ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചു. എന്നെ വെറുതെ ആണോ? അതെ, നമ്മൾ ആദ്യം കൈകാര്യമായി നേരിടേണ്ടപ്പോ ആണോ? എന്റെ അഭിപ്രായം ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകുന്നു. അതിന് നമ്മൾ ഇത് സംഭവം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദിക്കുന്ന പോലെയുള്ള എന്ത് ചോദ്യമൊക്കെ അങ്ങനെ ചാലയം പിടിക്കും. എന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ ഇല്ല നിനക്കുള്ള എല്ലാ തരം കിട്ടുക എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണ്. അവൻ അറ്റ്ലീസ്റ്റ് വളരെ ബുദ്ധിപരമായിട്ട് പല അവൻ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട്. അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നല്ലേ, കൊച്ചിയിലുണ്ടല്ലേ. ഇത് കൂട്ടേണ്ടി വരും. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ കായികമായ നേരിടുന്നു. ഇല്ലാത്ത എന്നെ ഇല്ലാത്തൊരു കാര്യം അപ്പൊ അത് വരുമ്പോ ആലോചിച്ചാൽ പോലെ ഉൾക്കൊള്ളിച്ചൊരാളെ തല്ലാനോ വിളിക്കാനോ കാര്യമുണ്ടോ? നമുക്ക് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റൂ. ഞാനിപ്പോൾ കായികപരമായി പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവർ വേറെ കേസ് എടുക്കുന്നുണ്ടല്ലേ. കൈ ഷൂട്ടിനിടയിൽ ലുക്മാൻ എവിടെന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തല്ലി ചവിട്ടിയപ്പോൾ ഞാൻ തെറിച്ചു പോയി കൈ കുത്തി വീണപ്പോൾ റിസ്റ്റ് പൊട്ടി CT സ്കാൻ എടുത്തപ്പോൾ ഒരു സർജറി വേണമെന്ന് പറഞ്ഞ് ഇവിടെ വെയിറ്റ് ഇട്ടിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു. എനിക്കതറിയണ്ട. എനിക്കിതിൻ്റെ ഇഷ്ടങ്ങളൊക്കെ തന്നെ ഞാൻ ഞങ്ങളെല്ലാം മഞ്ഞിലൊക്കെ ചോദ്യങ്ങൾ ആ ക്യാരക്ടർ അടിപൊളിയായിട്ടായിരുന്നു. അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ
നീ എഴുതി കൊണ്ടെത്താൻ ചെയ്യാൻ ശക്തമായിട്ടുള്ള